നമുക്ക് 6ാം ക്ലാസ്സിലെ NCERT മുതൽ പഠിച്ചു തുടങ്ങാം. വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്കായിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് പരീക്ഷകൾക്കായിക്കോട്ടെ, SIയുടെ മെയിൻ പരീക്ഷകൾക്കായിക്കോട്ടെ, ഏതായാലും UPSC ലെവൽ എക്സാമുകളാണ് ഇപ്പം നമുക്ക് കേരള PSC കൊണ്ടുതരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ NCERT കവർ ചെയ്തിരിക്കണം. NCERT കവർ ചെയ്യുന്നത് UPSC ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടാവുന്നത് അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ NCERTൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാം ക്ലാസ് മുതലാണ്. 6ാം ക്ലാസ് മുതൽ 12th ക്ലാസ് വരെയാണ് NCERT കവർ ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും സിലബസ് അനുസരിച്ച് മാത്രം പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മളൊന്ന് ഓടിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് 6th ക്ലാസ്സിലാണ്. ഈ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പലപ്പോഴും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറാറുള്ളത്. സോ ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ സയൻസ് ആണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കേണ്ട. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയാണ്, നമുക്ക് പഠിക്കാനില്ല സിലബസിൽ. സോ നമുക്ക് ജോഗ്രഫി പഠിക്കണം, കാര്യമായിട്ട് തന്നെ ജോഗ്രഫി പഠിക്കണം. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് നമ്മൾ വായിച്ച് വെക്കണം. അതിൻ്റെ കാരണം എന്താണ്? ഈ പൊളിറ്റിക്കൽ സയൻസിനകത്തുള്ള ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ട് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് സയൻസ് ആണ്. സയൻസിൽ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തുനിന്നുള്ള സ്മോൾ പോർഷൻസ് മാത്രം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നിങ്ങളിത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ മെയിൻസും കൂടി ഒരു ജോലി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ നിങ്ങൾക്കത് പഠിച്ചു പോവാം. ഇനി പ്രിലിംസിന് മാത്രം പോർഷൻ തീരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻസും കൂടി കവർ ചെയ്തോളാം എന്നുള്ള രീതിയാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കണ്ട, പകരം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ കോഴ്സിൽ ഇതെന്ത് ചെയ്യും, ഇതതുപോലെ കിടക്കും. അതിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് തരുന്നതാണ്. ഏകദേശം ഒരു 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ PC ബേസിക്സിൻ്റെ ആപ്പ് വഴിയാണ്. പലർക്കും അറിയാം, ആപ്പ് ത്രൂ നമ്മൾ SCERTൻ്റെ കോഴ്സ് തന്നിരുന്നു. അപ്പോൾ SCERT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അതേ രീതിയിലാണ് NCERTയും കവർ ചെയ്യുന്നത്. അതായത് NCERTൻ്റെ ഓരോ ചാപ്റ്റേഴ്സും എടുത്തിട്ട് ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് തരും, പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളും തരുന്നതാണ്. ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് നമ്മുടെ PC ബേസിക്സ് ആപ്പ് താഴെ ലിങ്കിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ടോ കിട്ടുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാം ക്ലാസ് മുതലാണ്. അതുകൊണ്ട് തന്നെ ഫീസ് സ്ട്രക്ചർ ഒരു വലിയ ഫീസ് എമൗണ്ട് ഒന്നും നിങ്ങളൊന്നും വാങ്ങുന്നില്ല. 6ാം ക്ലാസ്സിലെത്തത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലത്തേക്കുള്ള ഫീ വാങ്ങത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മാസത്തോളം ഈ ഒരു കോഴ്സ് എടുത്താൽ അതിൻ്റെ നോട്ട്സും ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ PDF നോട്ട്സ് ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള PDF നോട്ട്സ് തരും. അത് എടുത്ത് പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ നോട്ട് പഠിക്കുക, ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. കാരണം എന്താണ്, ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസിലാവുമ്പോൾ മിസ്റ്റേക്സ് ഒന്നും കാണത്തില്ല. പക്ഷേ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വരുന്ന സമയത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് വരും, നമുക്ക് ആൻസർ ഒന്നും മനസ്സിലാകത്ത പോലും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും PDF നോട്ട്സ് ഇംഗ്ലീഷിലായിരിക്കും തരുന്നത്. പിന്നെ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള UPSC ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തരും. ആസ് എ ടെസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. മാത്സ് പ്രോബ്ലംസ് എന്തൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് തരും, സോൾവ് ചെയ്തും തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ചാറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ NCERTൻ്റെ ക്ലാസ് 6 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 5 മുതലാണ്. 15 ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. NCERTൻ്റെ 6th ക്ലാസ്സിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് നിങ്ങൾക്ക് 6 മന്ത് വരെ ഈ ഒരു ക്ലാസ് 6ൻ്റെ ക്ലാസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് 300 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി, കോഴ്സ് കിട്ടും. 5ാം തീയതി മുതലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിനൊരു സ്റ്റഡി പ്ലാനൊക്കെ തരും. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ NCERT കവർ ചെയ്യാനുള്ള ഒരു
സ്റ്റഡി പ്ലാനൊക്കെ തരും. തീർച്ചയായിട്ടും 6ാം ക്ലാസ്സിലെ രീതി പഠിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത ക്ലാസ്സിലത്തേക്കുള്ളത് ഫോക്കസ് ചെയ്ത് കോഴ്സ് എടുത്താൽ മതിയാവും. ഇതും മറ്റൊരു ബെനിഫിറ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ PSC ബേസിക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.